എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പോൾ നമ്മളുടെ ഓണം സീരീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണസദ്യയിലെ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഓലൻ. അപ്പോൾ 2 രീതിയിലുള്ള ഓലൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് വൻപയറും മത്തനും ചേർത്തിട്ടുള്ള ഓലനാണ്. ഇത് ചെറിയൊരു മധുരമുള്ള ഓലനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓലന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്താണ്. അത് എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 3-4 വിസിൽ, ഉപ്പൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് മത്തനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണം പഴുത്ത മത്തനാണ്. അത് ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യണം. ഓലൻ എപ്പോഴും ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വൻപയർ വെന്ത ശേഷം നമ്മൾ ഈ മത്തൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മത്തൻ വല്ലാതെ വേവണ്ട, ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വെന്തോടയും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, എത്ര നിങ്ങൾക്ക് എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒറ്റ വിസിൽ മതിയാവും, കാരണം മത്തൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒറ്റ വിസിൽ മതി. അപ്പോൾ മത്തന് വൻപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ശർക്കര പാവാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം ചളി ഉണ്ടാവും ശർക്കരയിൽ. അപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര പൊട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തീയിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ തീ ഓഫാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊന്നും നമ്മൾ പൊതുവേ ഓലനിൽ ചേർക്കാറില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, കാരണം ചെറിയൊരു മധുരമുള്ള അധികം എരിവില്ലാത്തൊരു കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഓലനാണ്. തേങ്ങാപ്പാലും പച്ചക്കറികളും ചേർത്തിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഓലനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ പഴുത്ത മത്തനാണ് കിട്ടിയത്. അപ്പോൾ പച്ച മത്തൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ നമ്മൾ പയർ എടുത്തിട്ടുണ്ട്. അതുപോലെ വെള്ളരിക്ക, ഇളവൻ എന്ന് പറഞ്ഞാൽ കുമ്പിളൻ, അതും എല്ലാം വീതിയിൽ അരിഞ്ഞതാണ്. പയർ നീളത്തിലും മറ്റതെല്ലാം വീതിയിലും അരിഞ്ഞതാണ്. ഈ രീതിയിലാണ് നമ്മൾ ഓലന് അരിയുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പച്ചക്കറികളൊന്ന് വേവിക്കാൻ പോവുകയാണ്. ഒരു പാത്രം വെച്ച് അതിലേക്ക് പച്ചക്കറികൾ ചേർത്തു. ഇനി അതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നടു കീറിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, വേവാൻ ആവശ്യമുള്ള വെള്ളം, കുറച്ച് വെള്ളം മതി, കാരണം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം കുറേ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഉടഞ്ഞു പോകാൻ പാടില്ല, പച്ചക്കറികൾ അതേ ഷേപ്പിൽ തന്നെ കിടക്കണം. പക്ഷേ വെള്ളം മുഴുവനായിട്ട് വറ്റും വേണം. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വേവിക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിപ്പാൽ തന്നെയാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ നമ്മൾ വേവിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ, കാരണം നമ്മൾ കട്ടിയുള്ള പാലനെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തീ ഓഫാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ കറിവേപ്പിലൊന്നും ഓലനിൽ ചേർക്കില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഓലനാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓലൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത ഓണം വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്